നമസ്കാരം. ടീം UDF തയ്യാറായി കഴിഞ്ഞു. മന്ത്രി പട്ടിക പൂർണ്ണം. നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വകുപ്പുകളിലും ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ കാത്തിരിക്കുന്നു? സത്യസന്ധമായ നാടിന്റെ നന്മയ്ക്കായുള്ള ഏത് വിമർശനവും ആകാമെന്ന് വാർത്താസമ്മേളനത്തിൽ നിയുക്ത മുഖ്യമന്ത്രി. അതൃപ്തിയും കല്ലുകടിയും അവിടെ ഇവിടങ്ങളിലായി ഉണ്ട് താനും. അതൊക്കെ പരിഹരിക്കപ്പെട്ട് അടുത്ത 5 വർഷം VD സതീശന്റെ ടീമിന് മുന്നേറാൻ കഴിയട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ടോപ്പ് 10ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം UDFൽ കോൺഗ്രസിൽ സമ്പൂർണ്ണ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞയാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനമാണ് മന്ത്രിമാരുടെ ലിസ്റ്റ്. മന്ത്രിസഭയിലെ 20 മന്ത്രിമാരെയും സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പ്രഖ്യാപിച്ച VD സതീശൻ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 പുതുമുഖങ്ങൾ. ബിന്ദു കൃഷ്ണയും KA തുളസിയും വനിതാ പ്രാതിനിധ്യം. പട്ടിക ഗവർണർക്ക് കൈമാറി. മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനല്ലെന്ന് VD സതീശൻ. ആകാൻ പോകുന്നയാൾ വിമർശനത്തിന് അതീതനല്ല, വിമർശിക്കണം. സമ്പൂർണ്ണ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 10-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. വേദിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മതിയെന്ന് ലോക് ഭവൻ. ആദ്യ ക്യാബിനറ്റിലെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കാത്ത് കേരളം. 5 മന്ത്രിമാരെയും പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ്. 2.5 വർഷത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ നിന്നും പാറക്കൽ അബ്ദുള്ളയ്ക്ക് അവസരം നൽകുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രി ഉണ്ടാകും. അത് ശ്രീ പാറക്കൽ അബ്ദുള്ളയായിരിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 മന്ത്രിയും ചീഫ് വിപ്പും. ഘടകകക്ഷികളിൽ അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവരും മന്ത്രിമാർ. ശബരിമലയിൽ പൂജകളുടെ മറവിൽ കഴിഞ്ഞ 10 വർഷമായി വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തൽ. തട്ടിപ്പിന് പിന്നിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെന്നും വ്യാപ്തിയറിയാൻ ഓഡിറ്റിംഗ് വേണമെന്നും വിജിലൻസ്. CBSE ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംബന്ധിച്ച പരാതികൾ തള്ളി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാർത്ഥികൾക്ക് ആശങ്ക വേണ്ട. മൂല്യനിർണ്ണയം സുതാര്യവും കൃത്യവും എന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വൻ മാഫിയെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും CBI. മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിൽ യോഗനാഥത്തിൽ മുഖപ്രസംഗം. അധികാരത്തിലേറും മുൻപ് ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്ന് പരാമർശം. വെള്ളാപ്പള്ളി നേരത്തെ തന്നെ മുസ്ലിം വിരുദ്ധനെന്ന് G സുധാകരൻ. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി എന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരെ എടുത്ത നടപടി എന്തെന്ന് ചോദ്യം. പിണറായി മത്സരിച്ചതാണ് തോൽവിക്ക് കാരണമെന്നും പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിലെ മണ്ടത്തരമെന്നും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ പരാമർശം. IPL-ൽ പഞ്ചാബിനെതിരെ ബംഗളൂരുവിന് 23 റൺസ് വിജയം. വെങ്കടേഷ് അയ്യർക്കും വിരാട് കോഹ്ലിക്കും അർദ്ധ സെഞ്ചുറി. 2ാം മത്സരത്തിൽ രാജസ്ഥാനെതിരെ ഡൽഹിക്ക് 194 റൺസ് വിജയലക്ഷ്യം. സംസ്ഥാനത്ത് ശക്തമായ മഴ. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മധ്യവടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. കോഴിക്കോട് മിന്നലേറ്റ് 1 മരണം. സ്റ്റോറി ഓഫ് ദി ഡേ. മുക്കത്തൊരുക്കിയ രാജകീയ രുചി വൈവിധ്യം. കാത്തിരിപ്പും തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ രാഷ്ട്രീയ കേരളത്തിന്റെ പുതിയ മന്ത്രിസഭ സജ്ജം. ടീം VDS റെഡി. വൈകിട്ട് 5:30 പൂർണ്ണ ലിസ്റ്റ് തയ്യാറായിരുന്നു. VD സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി. വിദൂരതയിൽ പോലുമില്ലാത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന്റെ പേര് സസ്പെൻസ് ആയിരുന്നു. ചാണ്ടിയുമ്മൻ, VT ബൽറാം തുടങ്ങിയ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പട്ടിക വന്നപ്പോൾ പേരുകൾ മാറിമറഞ്ഞു. കോൺഗ്രസിൽ നിന്നും 11 മന്ത്രിമാരും ഘടകകക്ഷികളിൽ നിന്നുമുള്ള 9 മന്ത്രിമാരും അടങ്ങുന്നതാണ് ടീം UDFന്റെ പുതിയ മന്ത്രിസഭ. 14 മന്ത്രിമാർ പുതുമുഖമാണ്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല,
ശ്രീ സണ്ണി ജോസഫ്, ശ്രീ കെ മുരളീധരൻ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ അനൂപ് ജേക്കബ്. നീണ്ട 11 ദിവസങ്ങളുടെ അനിശ്ചിതത്വത്തിനൊടുവിലായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപനമെങ്കിലും മന്ത്രിസഭ രൂപീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായില്ല. ഇത്തവണത്തെ മന്ത്രിസഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷമാണ് കോൺഗ്രസ് മന്ത്രിസഭയിൽ 2 വനിതാ മന്ത്രിമാർ ഒരുമിച്ച് വരുന്നത്. കോൺഗ്രസിൽ നിന്ന് 11 മന്ത്രിമാരും ഘടകകക്ഷികളിൽ നിന്നുള്ള 9 മന്ത്രിമാരും അടങ്ങുന്നതാണ് വടശ്ശേരി ദാമോദരൻ സതീശന്റെ പുതിയ ടീം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ്. നഫീസത്ത് ബി ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിച്ചതിനു ശേഷം കാലങ്ങൾക്കിപ്പുറമാണ് ഒരു വനിത നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് എത്തുന്നത്. സമീപകാലത്തെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് മന്ത്രിസഭയിൽ 2 സ്ത്രീകൾ വരെയാണ്. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ നഫീസത്ത് ബീവിയെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, മുതിർന്ന നേതാവായിരുന്നു നഫീസത്ത് ബീവി അല്ലേ? ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്. മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ധനകാര്യം, തുറമുഖം എന്നീ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുക. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളാണ് നൽകിയിട്ടുള്ളത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് റവന്യൂ മന്ത്രിയാകും. കെ മുരളീധരൻ വൈദ്യുതി മന്ത്രിയായും ചുമതലയേൽക്കും. ടൂറിസവും സാംസ്കാരിക വകുപ്പും PC വിഷ്ണുനാഥിനാണ്. ആരോഗ്യവകുപ്പ് AP അനിൽകുമാറിനും വനം വകുപ്പ് T സിദ്ദിഖിനും നൽകി. ബിന്ദു കൃഷ്ണ, KA തുളസി എന്നിവരാണ് വനിതാ മന്ത്രിമാർ. M ലിജു, OJ ജനീഷ്, റോജി M ജോൺ എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മറ്റ് മന്ത്രിമാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ അംഗങ്ങളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ ഇങ്ങനെയാണ്: ധനകാര്യം, പൊതുഭരണം, നിയമം, തുറമുഖം എന്നിവ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസും കൈകാര്യം ചെയ്യും. മറ്റു വകുപ്പുകളിലും ധാരണയായിട്ടുണ്ട്. 2 വനിതകൾ മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. ബിന്ദു കൃഷ്ണ, KA തുളസി എന്നിവരാണ് വനിതാ സാന്നിധ്യം. ഇവർക്ക് പുറമെ മുതിർന്ന നേതാവ് ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ. അപ്പോഴും ഗസ്റ്റ് നോട്ടിഫിക്കേഷനിൽ വിസ്മയങ്ങൾ കാണുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നു. വിവരങ്ങൾ നൽകാൻ എബി ജോൺ തോമസ് ഉണ്ട് തിരുവനന്തപുരത്തു നിന്നും. എബി, അങ്ങനെ മന്ത്രി പട്ടിക വന്നു, ലീഗ് 5ഉം ഉറപ്പിക്കുന്നു. ഈ പട്ടിക എങ്ങനെ നോക്കിക്കാണാം? ഈ ടേം വ്യവസ്ഥകളിലൊക്കെയുള്ള അതൃപ്തി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അപ്പം വകുപ്പുകളിലെ തർക്കങ്ങളുണ്ട്, പല പേരുകളും ഉയർന്നു കേട്ടിരുന്നു. ഏറെ ചർച്ചയാകുന്നത് മറ്റൊരു വിഷയമാണ് കെ മുരളീധരന്റെ മന്ത്രിസ്ഥാനം. വൈദ്യുതി വകുപ്പ് വേണ്ട എന്ന നിലപാടിൽ കെ മുരളീധരൻ ഉറച്ചു നിൽക്കുന്നു. ആരോഗ്യമടക്കമുള്ള വകുപ്പ് മതിയെന്ന നിലപാടിലാണോ? കടുപ്പിക്കുകയാണോ മുരളീധരൻ? മറ്റു വിവരങ്ങൾ എങ്ങനെ? അശ്വതി, ഉദ്വേഗം നിറഞ്ഞ ഒരു പകലിന്റെ അവസാനം കേരള ജനത കാത്തിരുന്ന ആ വാർത്തകൾ വരികയായിരുന്നു. ടീം സതീശനിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം വലിയ രീതിയിലുള്ള ചർച്ചകൾ, സുദീർഘമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നിറഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു. അതിൻ്റെയൊക്കെയും അവസാനമാണ് വൈകുന്നേരം ഏതാണ്ട് 5:30 മണിയോടുകൂടി ഗവർണറെ നേരിട്ട് കണ്ട് വി.ഡി. സതീശൻ തൻ്റെ ടീമിലുള്ള മന്ത്രിമാരുടെ ലിസ്റ്റ് നൽകുന്നത്. അതിനുശേഷം നേരെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മാധ്യമങ്ങളെ കണ്ട് ആരൊക്കെയാണ് മന്ത്രിസഭയിലുള്ളത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം ഉൾപ്പെടെ അദ്ദേഹം നൽകുകയും ചെയ്തു. നിരവധിയായിട്ടുള്ള പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് ഇത്തവണത്തെ മന്ത്രിസഭയ്ക്ക് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ വനിതാ പ്രാതിനിധ്യം കൊണ്ടും UDFന്റെ ഇത്തവണത്തെ മന്ത്രിസഭ അത് ശ്രദ്ധേയമാവുകയാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെയും ഏതാണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ചില വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ തന്നെയും ഇനിയും ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്ന് പറയാതിരിക്കാനാകില്ല. UDF മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും ഒക്കെ ഏകദേശം ഒരു ധാരണ വരുത്തുകയാണ് എന്ന് വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. വി.ഡി. സതീശൻ അദ്ദേഹം ധനകാര്യവും തുറമുഖവും വകുപ്പും ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പരിശോധിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുക. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല നിർണായകമായിട്ടുള്ള ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പും അദ്ദേഹം കൈകാര്യം ചെയ്യും. സണ്ണി ജോസഫ് അദ്ദേഹം KPC പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യും. കെ മുരളീധരന് വൈദ്യുതി വകുപ്പാണ് നൽകിയിരിക്കുന്നത്. അതിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ തന്നെയുമുണ്ട്. അദ്ദേഹം അത് താല്പര്യമില്ല എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് നൽകാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. PC വിഷ്ണുനാഥനാണ് ടൂറിസവും സാംസ്കാരിക വകുപ്പും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. AP അനിൽകുമാർ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തേക്കും. T സിദ്ദിഖിനാണ് വനം വകുപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ബിന്ദു കൃഷ്ണ വനിതാ ശിശു ക്ഷേമം വകുപ്പ് നിയന്ത്രിക്കുമ്പോൾ M ലിജു എക്സൈസ് വകുപ്പും സഹകരണ വകുപ്പുമാണ് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനുണ്ടാവുക എന്നുള്ളതാണ്. OJ ജനീഷ് യുവജനക്ഷേമവും, KA തുളസി, റോജി M ജോൺ എന്നിവർ കോൺഗ്രസിൻ്റെ മറ്റ് മന്ത്രിമാരായി തന്നെ തുടരും. ഒപ്പം തന്നെ
ഇതിൽ ലീഗിൻ്റെ മന്ത്രിമാർ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നിരുന്നു. 5 മന്ത്രിമാരാണ് ലീഗിനുള്ളത്. അത് പാണക്കാട് തങ്ങൾ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത്. ഇതിനൊക്കെയും ഒടുവിലാണ് കേരള കോൺഗ്രസ് അവരുടെ നിർണായകമായിട്ടുള്ള ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അത് ചർച്ചയ്ക്ക് വെക്കുകയും തുടർന്ന് കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പും ക്യാബിനറ്റ് പദവിയോടുകൂടി തന്നെ നൽകാമെന്നുള്ള ധാരണയിൽ ആ തർക്കങ്ങളൊക്കെ തന്നെയും പരിഹരിക്കുകയുമായിരുന്നു. ഒപ്പം തന്നെ അനൂപ് ജേക്കബും മന്ത്രിസഭയിൽ അംഗമായി എത്തുന്നുണ്ട്. ഒപ്പം CP ജോൺ, ഷിബു ബേബി ജോൺ തുടങ്ങിയിട്ടുള്ള ആളുകളും മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരുമായിരിക്കും നാളെ ഈ ഒരു മന്ത്രിസഭ പൂർണ്ണമായും തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. കോൺഗ്രസിനെ സംബന്ധിച്ച് പതിറ്റാണ്ടുകൾക്കപ്പുറമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇനിയും ചില ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് ഗസറ്റിലൂടെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. വകുപ്പുകൾ ആരൊക്കെയാണ് കൈകാര്യം ചെയ്തതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. ഇപ്പോൾ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ചില ചർച്ചകളിലേക്ക് വീണ്ടും നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഗസറ്റിൽ ഇത് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ വിസ്മയം കാണും എന്നുള്ളതായിരുന്നു നിയുക്ത മുഖ്യമന്ത്രിയുടെ പ്രതികരണമായി വന്നത്. എന്തായാലും നാളെ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് കൂടിയാണ്. എന്തായാലും പതിറ്റാണ്ടുകൾക്കപ്പുറം കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു മന്ത്രിസഭ സമ്പൂർണ്ണമായി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അശ്വതി, അതുതന്നെയാണ്. എന്തായാലും അനിഷ്ടങ്ങളും വിയോജിപ്പും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ടീം UDF എന്തായാലും നാളെ അധികാരത്തിലേറുകയാണ്. ഗംഭീര വിജയം നേടി ടീം UDF വരുമ്പോൾ വലിയ പ്രതീക്ഷയും വിശ്വാസവും ഒക്കെയാണ് VD സതീശൻ മന്ത്രിസഭയിൽ ജനങ്ങൾ അർപ്പിക്കുന്നത് എന്നുള്ളതാണ് വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും എബി ജോൺ തോമസ് നൽകിയത്. കേരളത്തിലെ മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനല്ലെന്നാണ് VD സതീശൻ പറയുന്നത്. മാധ്യമങ്ങൾ തിരുത്തൽ ശക്തിയാകണമെന്നും നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞു. VDയുടെ വാക്കുകളിലേക്ക്. നിങ്ങൾ എന്നെ വിമർശിക്കുകയും വേണം. നിങ്ങളെ വിമർശിക്കുകയും വേണം. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും വേണം. നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് തിരുത്തും. ഞാൻ പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നയാൾ വിമർശനത്തിന് അതീതനല്ല. വിമർശിക്കണം, പക്ഷേ ആകാശത്ത് നിന്ന് വാർത്തയുണ്ടാക്കരുത്. വാർത്തയുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനെന്തിനാ മറുപടി പറയണം? നിങ്ങൾ സത്യസന്ധമായും വിമർശനാത്മകമായും നാട് നന്നാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ഇടപെടലുകളെ സ്വാഗതം ചെയ്യും, നിങ്ങളുടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും. രാഷ്ട്രീയ കേരളത്തിന്റെ 16ാമത് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവർ ചടങ്ങിനെത്തും. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എത്തില്ല. നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേദിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മാത്രമേ പാടുള്ളൂവെന്ന് ലോക്ഭവന്റെ നിർദ്ദേശവുമുണ്ട്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ നാളെ രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ നഗരത്തിൽ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന ഗേറ്റിലൂടെയാണ് VIP എൻട്രി ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിക്കുള്ളിൽ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കണം. 9 മണിക്ക് ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 4 ഗേറ്റുകൾ വഴിയാണ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം അനുവദിക്കുക. പാസ്സുള്ളവർക്കായിരിക്കും ആദ്യ പരിഗണന, പിന്നീട് മറ്റുള്ളവരെ പ്രവേശിപ്പിക്കും. നാളെ സംസ്ഥാനത്തെ 16ാം മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മാത്രമേ പാടുള്ളൂവെന്ന് ലോക്ഭവൻ നിർദ്ദേശം നൽകി. ലോക്സഭാ പ്രതിപക്ഷ നേതാവും ക്ഷണിക്കപ്പെട്ട മുഖ്യമന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകുമെന്ന് പ്രോട്ടോകോൾ വിഭാഗം ഗവർണറെ അറിയിച്ചിരുന്നു. വേദിയിൽ മറ്റുള്ളവർ പാടില്ലെന്ന് ലോക്ഭവൻ നിർദ്ദേശം നൽകി. തമിഴ്നാട്ടിലും എതിർപ്പ് അറിയിച്ചിരുന്നുവെങ്കിലും വിജയിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സന്തോഷവും ഒപ്പം അതിലേറെ അഭിമാനവുമെന്ന് മന്ത്രിസ്ഥാനം ലഭിച്ച അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. കേരളത്തിലെ വനിതകൾക്ക് കിട്ടിയ അംഗീകാരം കൂടിയാണിത്. നിയമസഭയിൽ UDFന് വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. ടീം UDF പുതുയുഗ കേരളത്തിനായി പ്രവർത്തിക്കുമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. മന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ കൊല്ലം DCCയിൽ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണം നൽകി. പ്രവർത്തകർക്കൊപ്പം കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടുമാണ് നിയുക്ത മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ സന്തോഷത്തിൽ പങ്കുചേർന്നത്. ഇരുപത്തിയൊന്നംഗ UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഘടകകക്ഷികളിൽ നിന്നുമുള്ള 9 പേരാണ് മന്ത്രിസഭയിലുള്ളത്. 6 പതിറ്റാണ്ടിന് ശേഷമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയോടൊപ്പം സമ്പൂർണ്ണ മന്ത്രിസഭ അധികാരമേൽക്കുന്നതെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഘടകകക്ഷിയായ CMBയിൽ നിന്ന് CP ജോൺ, കേരള കോൺഗ്രസിൽ നിന്ന് മോൻസ് ജോസഫ്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്ന് അനൂപ് ജേക്കബ്, RSPയിൽ നിന്ന് ഷിബു ബേബി ജോൺ എന്നിവർ മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരാണുള്ളത്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, ഇങ്ങനെ 5 മന്ത്രിമാരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത്. ചീഫ് വിപ്പ് പദവി കേരള കോൺഗ്രസിനാണ് നൽകിയിട്ടുള്ളത്. തൊടുപുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അബു ജോൺ ജോസഫിനെ ഗവൺമെന്റ് ചീഫ് വിപ്പായി നിയമിക്കാൻ കേരള കോൺഗ്രസ് തീരുമാനിച്ചതായി പാർട്ടി ചെയർമാൻ PJ ജോസഫ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ അറിയിച്ചു. VD സതീശനടക്കം 14 പുതുമുഖങ്ങളാണ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDF മന്ത്രിസഭയിൽ കോഴിക്കോട് ജില്ലയ്ക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തതിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ. വർഷങ്ങൾക്ക് ശേഷം 5 MLAമാർ ജയിച്ചു കയറിയിട്ടും ഒരാൾ പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടാത്തതിൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ INTUC ഉൾപ്പെടെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 6 MLAമാരുള്ള മുസ്ലിം ലീഗിനും ജില്ലയിൽ തഴയപ്പെട്ടതിന്റെ അമർഷമുണ്ട്. ഈ പ്രതിഷേധങ്ങളെ UDF എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് കണ്ടറിയണം. കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധിയായി അഡ്വക്കേറ്റ് K പ്രവീൺകുമാറും അഡ്വക്കേറ്റ് K ജയന്തും, ലീഗിൽ നിന്നും പാറക്കൽ അബ്ദുള്ളയും മന്ത്രിസ്ഥാന പരിഗണനയിലുണ്ടായിരുന്നു. സീനിയോറിറ്റി പ്രകാരം കോൺഗ്രസിൽ നിന്നും K ജയന്തിന് അവസരം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷകൾ. എന്നാൽ അവസാന നിമിഷം K ജയന്തും ലീഗിൽ നിന്നും പാറക്കൽ അബ്ദുള്ളയും തഴയപ്പെട്ടതോടെ പ്രവർത്തകർക്ക് നിരാശയായി. അഡ്വക്കേറ്റ് P ശങ്കരനും A സുജനപാലിനും ശേഷം കോഴിക്കോട് നിന്നും ഒരു മന്ത്രി കോൺഗ്രസിനുണ്ടായിട്ടില്ല. 2001 AK ആന്റണി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി കോഴിക്കോട് നിന്നും P ശങ്കരൻ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിരുന്നു. ഇതേ സർക്കാർ പുനഃസംഘടിക്കപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ജില്ലയിൽ നിന്നുള്ള A സുജനപാലിന് 2006 വനം പരിസ്ഥിതി മന്ത്രിയായി 1.5 വർഷത്തിലേറെ ഭരിക്കാനായി. ഇവർക്കും പിന്നാലെ വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്ക് MLAമാർ ഇല്ലാത്ത ജില്ലയായിരുന്നു കോഴിക്കോട്. എന്നാൽ ഇത്തവണ 5 MLAമാർ കോൺഗ്രസിനുണ്ട്. അതിനാൽ ജില്ലയിൽ നിന്നും ഒരു മന്ത്രി അനിവാര്യമാണെന്നും നേതൃത്വം ജില്ലയെ അവഗണിക്കരുതെന്നും INTUC ജില്ലാ കമ്മിറ്റി മന്ത്രി പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുന്നേ അഭ്യർത്ഥനയായി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഫലപ്രഖ്യാപനത്തോടെ നിരാശയായിരുന്നു ഇവർക്ക് ഫലം. ഇത്തവണ UDFന് ജില്ലയിൽ മികച്ച വിജയമായിരുന്നു ലഭിച്ചത്. 13 സീറ്റിൽ 12ലും മുന്നണി വിജയിച്ചു കയറി. 5 കോൺഗ്രസ്, 6 മുസ്ലിം ലീഗ്, 1 സ്വതന്ത്ര പ്രതിനിധിയുമായി ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ LDF സർക്കാരിൽ ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാരുണ്ടായിരുന്നു. ഇത്തവണ ഒരു മന്ത്രിയെപ്പോലും ജില്ലയ്ക്ക് നൽകാത്തത് അവഗണനയാണെന്നും പ്രവർത്തകർ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രാദേശികമായി പ്രതിഷേധ പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ശബരിമലയിൽ പൂജകളുടെ മറവിൽ കഴിഞ്ഞ 10 വർഷമായി വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. മുൻപ് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയ വ്യവസായി സന്നിധാനത്ത് എത്തിച്ചിരുന്ന സൗജന്യ പൂജാ സാധനങ്ങളുടെ മറവിലാണ് കോടികളുടെ കൊള്ള നടന്നത്. അതത് കാലങ്ങളിലെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാണ് തട്ടിപ്പിന് പിന്നിലെന്നും കൃത്യമായ തുക കണ്ടെത്താൻ ഓഡിറ്റിംഗ് വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയും.
ശബരിമലയിൽ ഭക്തർ നടത്തുന്ന വഴിപാടുകളുടെ മറവിൽ ഉദ്യോഗസ്ഥർ വൻ കൊള്ള നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തൽ. കൊല്ലം സ്വദേശിയായ വ്യവസായി സുനിൽ സ്വാമി മാസപൂജകൾക്കും മണ്ഡലകാലത്തുമായി നൽകിയിരുന്ന 54 ലക്ഷം രൂപയുടെ പൂജാ സാധനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. ഹൈക്കോടതി വിലക്കുണ്ടായിട്ടും ഇയാൾ സന്നിധാനത്ത് സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഈ സാധനങ്ങൾ ദേവസ്വം സ്റ്റോറിൽ വരവ് വെക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ മുറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. തുടർന്ന് പടിപൂജ, കളഭാഭിഷേകം, ഉദയാസ്തമയ പൂജ എന്നിവയ്ക്ക് ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിക്കുകയും ദേവസ്വം ഫണ്ടിൽ നിന്ന് പണം ചിലവഴിച്ചതായി കാണിച്ച് ഉദ്യോഗസ്ഥർ തുക വ്യാജമായി എഴുതിയെടുക്കുകയുമായിരുന്നു. 6000 രൂപയുടെ അഷ്ടാഭിഷേക വഴിപാടിനും ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ പണം തട്ടിയെടുത്തു. മുൻപ് വിവാദമായ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്നപ്പോഴും ഈ കൊള്ള തുടർന്നു. തട്ടിപ്പിന്റെ കൃത്യമായ ആഴം കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ പരിശോധന വേണമെന്ന് സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. CBSE ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനം സംബന്ധിച്ച പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല, പരാതിയുള്ളവർക്ക് പുനർമൂല്യനിർണ്ണയം നടത്താനാകും. OSM പരിശോധന ഇതാദ്യമായല്ല നടപ്പിലാക്കുന്നതെന്നും കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലവും മൂല്യനിർണ്ണയ രീതിയും സംബന്ധിച്ചുയർന്ന പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം കൃത്യതയും സുതാര്യതയും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ അറിയിച്ചു. പരാതിയുള്ള വിദ്യാർത്ഥികൾക്ക് പുനർമൂല്യനിർണ്ണയം നടത്താം. ഇതിനായി ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭിക്കുന്നതിനുള്ള ഫീസ് ഒരു വിഷയത്തിന് 100 രൂപയായി കുറച്ചിട്ടുണ്ടെന്നും മാർക്കിൽ വർധനവുണ്ടായാൽ മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി വ്യക്തമാക്കി. राष्ट्रीय शिक्षा नीति लगातार इस बात को कहती है कि असेसमेंट हमारे लिए बहुत ही महत्वपूर्ण है और यदि हमें लॉजिकल तरीके से सोचने की ज़रूरत है और स्टेप बाय स्टेप सोचने की ज़रूरत है. मैं पुनः कहना चाहूँगा कि जो असेसमेंट का तरीका है उसमें किसी प्रकार की कोई बदलाव नहीं की गई है. +2 മൂല്യനിർണ്ണയത്തിന്റെ അവസാന ഘട്ടത്തിൽ ഏകദേശം 13,000 ഉത്തരക്കടലാസുകളിൽ ചില പേജുകൾ അവ്യക്തമായിരുന്നു. സ്കാൻ ചെയ്ത ശേഷവും വ്യക്തമാകാതിരുന്ന ഭാഗങ്ങൾ പ്രത്യേകം പരിശോധിച്ച് അർഹമായ മാർക്ക് നൽകാൻ അധ്യാപകരോട് നിർദ്ദേശിച്ചിരുന്നു. ആകെ 98 ലക്ഷം ഉത്തരപേപ്പറുകൾ ഉണ്ടായിരുന്നതായും വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞു. മുംബൈ അടക്കമുള്ള സർവകലാശാലകൾ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. മാർക്ക് രേഖപ്പെടുത്തുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനുമുള്ള പിഴവുകൾ ഇതോടെ ഇല്ലാതാകുമെന്നും അധ്യാപകർക്ക് ആവശ്യമായ പരിശീലനം നൽകിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടത് വൻ മാഫിയയെന്നും കൂടുതൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നും CBI. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുള്ളിൽ നിന്നും ചോദ്യപേപ്പർ ചോർന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് തീരുമാനം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചോദ്യപേപ്പറുകൾ ചോർന്നത് NTA-ക്കുള്ളിൽ നിന്നാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ചോദ്യങ്ങൾ തയ്യാറാക്കിയവരും പരിഭാഷകരും CBI നിരീക്ഷണത്തിലാണ്. കെമിസ്ട്രി വിഭാഗം PV കുൽക്കർണിയും ബയോളജി ചോദ്യങ്ങൾ മനീഷ് മന്ദാരയുമാണ് ചോർത്തിയത്. നിലവിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയെ പിരിച്ചുവിട്ടു. മനീഷ് മന്ദാര കൂടി പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. 15-ലധികം പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ അറസ്റ്റ് ചെയ്ത മുഖ്യപ്രതി PV കുൽക്കർണിയുടെ പണമിടപാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് CBIക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ 48 മണിക്കൂറിൽ ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ CBI നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെ നിർണായക രേഖകൾ പിടിച്ചെടുത്തു. കഴിഞ്ഞ വർഷവും ചോദ്യപേപ്പർ ചോർന്നതായി CBI സംശയിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ അറസ്റ്റിലായ യുവമോർച്ച നേതാവ് ദിനേശ് ബിവാളിന്റെ കുടുംബത്തിലെ 5 പേർക്ക് കഴിഞ്ഞ തവണ നീറ്റിൽ ഉയർന്ന മാർക്ക് ലഭിച്ചിരുന്നു. ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുസ്ലിം ലീഗിനെ വീണ്ടും കടന്നാക്രമിച്ച് വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ. യോഗനാഥം എഡിറ്റോറിയലാണ് രൂക്ഷ വിമർശനം. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. അധികാരമുറപ്പായതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധതയിലേക്ക് മാറിയെന്നും UDF അധികാരത്തിലേറും മുൻപ് മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി വിമർശനമുയർത്തുന്നു. SNDP യോഗം മുഖമാസികയായ യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളി രൂക്ഷമായ ഭാഷയിൽ ലീഗിനെ കടന്നാക്രമിക്കുന്നത്. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടോടെയാണ് എഡിറ്റോറിയൽ.
UDF സർക്കാർ അധികാരത്തിലേറാനിരിക്കെയാണ് മുന്നണിയിലെ പ്രധാന കക്ഷികളിലൊന്നായ മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത് എന്നതാണ് ശ്രദ്ധേയം. സർക്കാർ അധികാരത്തിലേറും മുൻപ് തന്നെ മുസ്ലിം ലീഗ് കേരളത്തിൽ ഭരിച്ചു തുടങ്ങിയെന്ന് വെള്ളാപ്പള്ളി വിമർശിച്ചു. ഭരണത്തിന്റെ മറവിൽ മതതീവ്രവാദികൾക്ക് സംരക്ഷണം ഒരുക്കാനാണ് ലീഗിന്റെ ശ്രമം. ഇതിന് സർക്കാർ കൂട്ടുനിൽക്കുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്നും വെള്ളാപ്പള്ളി കുറിച്ചു. ഹിന്ദുക്കളെ കൊന്നുതള്ളിയ മലബാർ കലാപം നടന്ന നാട്ടിലാണ് ലീഗ് വളർന്നു പന്തലിച്ചത്. കൂട്ടക്കൊലയെ സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റിയ തന്ത്രം ഇനി വിലപ്പോകില്ല. ലീഗിന്റെ മതേതര നിലപാടിനെ എതിർക്കുന്നവരെ അവർ മുസ്ലിം വിരുദ്ധരാക്കി. മുസ്ലിം ലീഗിന്റെ വർഗീയതയെ എതിർത്തതിന് തന്നെ തെരുവിൽ അധിക്ഷേപിച്ചു. ജി സുകുമാരൻ നായരും താനുമാണ് മുസ്ലിം ലീഗിന്റെ മുഖ്യ ശത്രുക്കളെന്നും വെള്ളാപ്പള്ളി കുറിക്കുന്നു. ഒപ്പം ലീഗ് നേതാവ് KM ഷാജിയെയും രൂക്ഷമായ ഭാഷയിൽ വെള്ളാപ്പള്ളി വിമർശിച്ചു. KM ഷാജി വർഗീയ വിഷം ചീറ്റുന്ന നേതാവെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. ഷാജിയെ മന്ത്രിയാക്കിയാൽ മതസൗഹാർദ്ദം പൂത്തുലയുമെന്നാണ് ലീഗ് നിലപാടെന്നും അദ്ദേഹം പരിഹസിച്ചു. ലീഗിനെ വെല്ലുവിളിച്ചാണ് എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. ഏത് വെല്ലുവിളികളെയും നേരിടാൻ യോഗം തയ്യാറാണ്. സമുദായത്തെ തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും കൈകാര്യം ചെയ്യുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി. അമൃത ന്യൂസ്, ആലപ്പുഴ. എന്നാൽ യോഗനാഥം എഡിറ്റോറിയലിലെ ലീഗിനെതിരായ പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ ജി സുധാകരൻ രംഗത്തെത്തി. വെള്ളാപ്പള്ളി നേരത്തെ മുതലേ മുസ്ലിം വിരുദ്ധത പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റേതും മാത്രമാണ്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റും. ഇത്രയും കാലം പിണറായിയെ പിന്തുണച്ചു, നാളെ എന്താണെന്ന് ആർക്കറിയാമെന്നും ജി സുധാകരൻ ചോദിക്കുന്നു. അദ്ദേഹം നേരത്തെ മുതലേ ഏതാണല്ലോ പറയുന്നത്, ആന്റി മുസ്ലിമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? നമുക്ക് അതിനോട് ചോദിക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടത് എന്താ തെറ്റ്? തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിച്ച എല്ലാ ലീഡേഴ്സും ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ മാത്രമല്ല കണ്ടത്. അതിനെന്താ തെറ്റ്? വെള്ളാപ്പള്ളി നടേശനെ ഉദ്ദേശിച്ചല്ല അവർ വോട്ട് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റിക്കൂടെ? ലൈൻ മാറ്റാമല്ലോ. അദ്ദേഹം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തല്ലേ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നു. നാളെ ഇനി എങ്ങനെ ആർക്കറിയാം? അപ്പം ഇതൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയൊന്നും നമ്മൾ കൂടി ചർച്ചയ്ക്ക് പോകണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞുകൊണ്ട്, പക്ഷെ നമുക്ക് സ്വീകാര്യമായത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അങ്ങനല്ലേ? നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം. സർക്കാർ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം പാർട്ടിക്കും സർക്കാരിനും വലിയ തിരിച്ചടിയായതായി യോഗത്തിൽ വിമർശനമുണ്ടായി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെതിരെയുള്ള സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ പാർട്ടി മൗനം പാലിക്കുന്നതിനെതിരെയും യോഗത്തിൽ പരിഹാസവും അമർഷവും ഉയർന്നു. തിരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യാൻ വിളിച്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമുയർന്നത്. ഇടതു സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്തതായിരുന്നു ആഗോള അയ്യപ്പ സംഗമമെന്നും ഇതാണ് തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രതിസന്ധിക്ക് കാരണമായതെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. അയ്യപ്പ സംഗമം പാർട്ടിയുടെ അടിസ്ഥാന നിലപാടുകൾക്ക് വിരുദ്ധമായെന്നും തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അനുകൂലമാകേണ്ട സാഹചര്യങ്ങളെ ഇത് പ്രതികൂലമായി ബാധിച്ചുവെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെതിരെയുള്ള സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാടും ചോദ്യം ചെയ്യപ്പെട്ടു. പത്മകുമാറിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് പത്മകുമാറെങ്കിലും അറിഞ്ഞോ എന്ന് അംഗങ്ങൾ പരിഹാസരൂപേണ ചോദിച്ചു. വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വവും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതുമായി ബന്ധപ്പെട്ട മുൻ തീരുമാനങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ജില്ലയിലെ പാർട്ടിക്കുണ്ടായ തിരിച്ചടികളെക്കുറിച്ച് ജില്ലാ കമ്മിറ്റി ഗൗരവകരമായി വിലയിരുത്തിയത്. പറയാനുള്ളതെല്ലാം മുഖം നോക്കാതെ തുറന്നു പറയാൻ സംസ്ഥാന നേതൃത്വം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് താഴെത്തട്ടിലുള്ള നേതാക്കൾ നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ തിരുത്തൽ നടപടി വേണമെന്നാണ് ജില്ലാ കമ്മിറ്റിയിലെ പൊതുവികാരം. അമൃത ന്യൂസ്, പത്തനംതിട്ട. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയനും MV ഗോവിന്ദനും രൂക്ഷ വിമർശനമുണ്ടായി. ഇത്തവണ പിണറായി വിജയൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെയെന്നും പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമാണെന്നുമാണ് വിമർശനം. സീറ്റ് പിടിച്ചെടുക്കാനെന്ന പേരിൽ KK ശൈലജയെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് ജനങ്ങളെ പുച്ഛിച്ചു. പിടിച്ചെടുക്കാനുള്ള സീറ്റിൽ മത്സരിച്ചു. ധീരത കാട്ടേണ്ടത് പിണറായി ആയിരുന്നുവെന്നും വിമർശനമുണ്ട്. MV ഗോവിന്ദൻ ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും 100 പേരെങ്കിലും പാർട്ടിക്കെതിരാകുന്നുവെന്നും വിമർശനം ഉയർന്നു.
കായിക വാർത്തകൾ നോക്കുമ്പോൾ IPL ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് തോൽപ്പിച്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിൽ കടന്നു. RCB ഉയർത്തി 223 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് മാത്രമാണ് നേടാനായത്. ജയത്തോടെ 18 പോയിന്റുമായാണ് ബംഗളൂരു പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിച്ചത്. വെങ്കടേഷ് അയ്യരും വിരാട് കോഹ്ലിയും അർദ്ധ സെഞ്ചുറി നേടി. ബംഗളൂരുവിനായി റാസിഖ് സലാം 3 വിക്കറ്റുകൾ വീഴ്ത്തി. രണ്ടാം മത്സരത്തിൽ രാജസ്ഥാനെതിരെ ഡൽഹിക്ക് 194 റൺസ് വിജയലക്ഷ്യം. 8 വിക്കറ്റ് നഷ്ടത്തിലാണ് രാജസ്ഥാൻ 193 റൺസ് എടുത്തത്. ധ്രുവ് ജുറൽ, റിയാൻ പരാഗ് എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. മിച്ചൽ സ്റ്റാർക്ക് 4 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിൽ ഡൽഹി വിക്കറ്റ് നഷ്ടമാകാതെ 104 റൺസ് എടുത്തു.